രുദ്രദേവ് വണ്ടി നിർത്തിയത് നഗരത്തിലെ ഏറ്റവും പ്രശസ്തമായ ഒരു മൾട്ടി ഷോറൂം ടെക്സ്റ്റൈൽസിലായിരുന്നു. മഹാദേവ് ടെക്സ്റ്റൈൽസ് എന്ന പേര് കണ്ടപ്പോൾ അത് രുദ്രദേവിൻ്റെ അച്ഛൻ്റെതാകുമെന്ന് നിദ്രയ്ക്ക് തോന്നി. ഹോസ്പിറ്റലും ആളുകളും അടക്കം ഒരുപാട് സ്ഥാപനങ്ങളുള്ളതായാണ് അദ്ദേഹം എന്നറിയാം. നിദ്രയുടെ ഊഹം സത്യമായിരുന്നു. മൂവരെയും കണ്ടതും അവിടുത്തെ മാനേജർ ഭയഭക്തി ബഹുമാനത്തോടെ വന്ന് അകത്തേക്ക് ആനയിച്ചു. മാഡം, ഈ കുട്ടി? മാനേജർ ആശങ്കയോടെ ചോദിച്ചു. രുദ്രൻ വിവാഹം കഴിക്കാൻ പോകുന്ന കുട്ടിയാണ്. പേര് നിദ്ര. ഗായത്രി ദേവി അവളെ ചേർത്ത് പിടിച്ചൊരു പുഞ്ചിരിയോടെ പറഞ്ഞു. രുദ്രൻ്റെ മുഖത്ത് തെളിഞ്ഞ അസഹ്യത കാണും തോറും നിദ്രയുടെ മനസ്സെറിയുന്നത് വല്ലാത്തൊരു സങ്കടം തോന്നി. ഒരു താലിച്ചരുടെ സുരക്ഷിതത്വം ഏതൊരു പെണ്ണും ആഗ്രഹിക്കുന്നതാണ്. പക്ഷേ ഇവിടെ ഒരാൾ തന്നെ കടിച്ചു കീറാനാണ് നിൽക്കുന്നത്. അതോർക്കുമ്പോൾ സഹിക്കുന്നില്ല. ഇദ്ദേഹം തൻ്റെ മുന്നിൽ വെച്ച് മറ്റൊരു പെണ്ണുമായി. നിദ്രയ്ക്ക് ആ ചുംബന രംഗം ഓർക്കും തോറും തല പെരുത്തു വന്നു. കല്യാണി സാരി എടുക്കുക എന്നതാണ് ഗായത്രിയുടെ ഉദ്ദേശമെന്ന് തോന്നി. ട്രഡീഷണൽ വെഡ്ഡിംഗ് സാരികളുടെയും സ്പെഷ്യൽ ഒക്കേഷണൽ ഗാർമെൻറ്റ്സിൻ്റെയും വലിയൊരു ശേഖരത്തിലേക്കാണ് അവർ ചെന്നെത്തിയത്. കാഞ്ചീപുരം, ബനാറസി, ചന്തേരി സിൽക്ക്, അങ്ങനെ അവിടെ ഇല്ലാത്തതായി ഒന്നുമുണ്ടായിരുന്നില്ല. ആ വർണ്ണങ്ങളുടെ ലോകത്ത് നിന്നപ്പോൾ കണ്ണഞ്ചുന്നതായി അവൾക്ക് തോന്നി. ഗായത്രി ദേവി ഒരു മഹാഗണി കളറിൽ സ്റ്റോണുകൾ പിടിപ്പിച്ച കാഞ്ചീപുരം സാരി കണ്ട് അതെടുക്കാൻ പറഞ്ഞ സെയിൽസ് ഗേളിൻ്റെ അടുത്തേക്ക് ചെന്നു. എന്താ നിനക്കിതൊക്കെ കണ്ടിട്ട് കണ്ണ് മഞ്ഞളിക്കുന്നുണ്ടോ? സ്റ്റാഫിൻ്റെ കണ്ണ് തെറ്റുമ്പോൾ ഒന്നും അടിച്ചെടുക്കരുത് കേട്ടോ. നീ ഇപ്പോൾ ആ പഴയ അലവലാതി പെണ്ണല്ല. ഇനി കുറച്ചു കാലം ലോകം നിന്നെ അറിയാൻ പോകുന്നത് ആക്ടർ രുദ്രദേവിൻ്റെ ഭാര്യ ആയിട്ടാ. സോ അത് മറന്ന് മോഷ്ടിക്കാൻ നിൽക്കരുത്. ഗായത്രി ദേവി തിരിഞ്ഞ സമയം നോക്കി രുദ്ര നിദ്രയുടെ അരികിൽ നിന്ന് അമ്മ കേൾക്കാതെ രഹസ്യമെന്നതുപോലെ പറഞ്ഞു. ആ വാക്കുകൾ കേട്ടപ്പോൾ നെഞ്ചിൽ കത്തി കൊണ്ട് കുത്തിയ പോലെ ഒരു യാതന തോന്നി നിദ്രയ്ക്ക്. അവൾ ദയനീയമായി അവനെ നോക്കി. അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകാൻ വെമ്പുകയായിരുന്നു. കള്ളക്കരച്ചിലൊന്നും വേണ്ട, അമ്മ നിൽക്കുന്നുണ്ട്. വെറുതെ നിന്റെ ചന്ത സ്വഭാവം കാണിച്ച് ഞങ്ങൾക്ക് നാണക്കേടുണ്ടാക്കരുത്. രുദ്രൻ ശബ്ദം താഴ്ത്തിക്കൊണ്ട് മുരണ്ടു. നിദ്ര പെട്ടെന്ന് കർച്ചീപ്പ് കൊണ്ട് മിഴികൾ തുടച്ചു. അവൾക്ക് അവിടെ നിന്ന് എങ്ങോട്ടെങ്കിലും ഓടിപ്പോകാൻ തോന്നി. എന്തിനാണ് ഇങ്ങനെയൊരു വിവാഹം? ഇങ്ങനെ അപമാനിക്കപ്പെടാനും വേദനിക്കാനും മാത്രമായി. എന്താവിടെ? ഗായത്രി ദേവി പെട്ടെന്ന് തിരിഞ്ഞു. അവർക്ക് രുദ്രൻ നിദ്രയോടെന്തോ പറഞ്ഞെന്ന് തോന്നി. മകൻ്റെ ദേഷ്യം അറിയാവുന്നതുകൊണ്ട് അതൊരാദിയായി അവരുടെ നെഞ്ചിൽ നിറഞ്ഞു. എന്താ മോനെ, നീ മോളോട് വല്ലതും പറഞ്ഞോ? രുദ്രൻ പെട്ടെന്ന് ചിരിച്ചു. എന്നിട്ട് നിദ്രയെ അവളുടെ തോളിൽ പിടിച്ച് തന്നോട് ചേർത്തു നിർത്തി. ഒന്നുമില്ലമ്മേ, ഒരു ചെറിയ റൊമാൻസ്. അവൻ കണ്ണുറുക്കി. ഗായത്രി ദേവി ചമ്മലോടെ മുഖം തിരിച്ചു. അവരുടെ മുഖത്ത് പ്രകാശം പരന്നു. അപ്പോൾ താൻ കരുതിയതുപോലെയല്ല കാര്യങ്ങൾ. നിദ്രമോളെ തൻ്റെ മകൻ ഇഷ്ടപ്പെട്ടു വരുന്നുണ്ട്. ഇനിയെല്ലാം ശരിയായിക്കോളും. രുദ്രൻ പറഞ്ഞത് കേട്ട് അവിടെ നിന്ന് സെയിൽസ് ഗേൾസും പരസ്പരം നോക്കി ചിരിച്ചു. നിദ്ര പക്ഷേ രുദ്രൻ്റെ കരസ്പർശമേറ്റതും തണുപ്പേറ്റ മുയൽ കുഞ്ഞിനെ പോലെ വിറച്ചു പോയിരുന്നു. അവൾ പിടഞ്ഞു മാറാൻ നോക്കിയെങ്കിലും അവൻ്റെ രൂക്ഷമായ നോട്ടത്തിന് മുന്നിൽ സ്തബ്ധയായി പോയി. ഗായത്രി ദേവി വീണ്ടും തിരിഞ്ഞതിൽ പിന്നെ മാത്രമേ അവൻ പിടിവിട്ടുള്ളൂ. താനെടുത്ത് വെച്ച കല്ലുവെച്ച ഗോൾഡൻ പട്ടുസാരി പാക്ക് ചെയ്യാൻ പറഞ്ഞതിനു ശേഷം ഗായത്രി ദേവി രുദ്രനെ വിളിച്ചു. കണ്ണ, നീയും നിദ്രമോളും കൂടി സാരി സെലക്ട് ചെയ്യുക. ഞാൻ അച്ഛന് ഡ്രസ്സ് എടുക്കട്ടെ. അയ്യോ അമ്മേ, ഞാനും വരുന്നു. അവർ പുറത്തേക്ക് നടക്കാൻ തുടങ്ങിയതും നിദ്ര കയ്യിൽ കയറി പിടിച്ചു. എന്താ മോളെ ഇത്? എന്തിനാ ഇങ്ങനെ പേടിക്കുന്നത്? കണ്ണൻ്റെ കൂടെ നിന്ന് സാരി സെലക്ട് ചെയ്ത് കേട്ടോ. അമ്മ വേഗം വരാം. ഇതൊക്കെ നിങ്ങൾ രണ്ടുപേരും കൂടി തന്നെയാ ചെയ്യേണ്ടത്. അവർ നിദ്രയുടെ കവിളിലൊന്ന് തഴുകി പുറത്തേക്ക് പോയി. അവൾ നിസ്സഹായതയോടെ നിന്നു. രുദ്രനാകട്ടെ പരിഹാസത്തോടെ അവളെ നോക്കി. എന്താ നിൽക്കുന്നത്? തമ്പുരാട്ടി വാ, നമുക്ക് സാരി എടുക്കണ്ടേ? അവൻ നേരെ സെയിൽസ് ഗേൾസിൻ്റെ അടുത്തേക്ക് ചെന്ന് പിറകെ പേടിച്ച് വിറച്ചവളും. എങ്ങനെയുള്ള മെറ്റീരിയൽസാണ് മാഡം നോക്കുന്നത്? അറിയോ? ഇൻസ്റ്റൻറ്റ് ഇൻ മെറൂൺ സ്റ്റോൺ വർക്ക് റോസ് സിൽക്കി സാരി, പിന്നെ കാഞ്ചീപുരം സൂപ്പറാണ്. ദാ ബനാറസി ഡയമണ്ട് തുന്നി ചേർത്ത ഇതിൻ്റെ വളരെ കോസ്റ്റ്ലിയായ ഒരു വേർഷനുണ്ട്. ആൻഡ് ദിസ് ഈസ് ബന്ധാനി ടൈപ്പ്. യെല്ലോയിൽ മുത്ത് പിടിപ്പിച്ച് ഗ്രാൻഡ് സാരി മാഡത്തിന് സൂപ്പറായിരിക്കുമെന്ന് തോന്നുന്നു. ദാ ഇത് ബ്ലൂ കളർ ചന്തേരി ടൈപ്പാണ്. ഏത് വേണം മാഡം? ആ സെയിൽസ് ഗേൾസ് വാതോരാതെ ഓരോന്ന് പറയുന്നത് കേട്ട് നിദ്ര അന്തം വിട്ടുപോയി. അവൾക്കിതിനെക്കുറിച്ചൊന്നും യാതൊരു ധാരണയുമില്ലായിരുന്നു. അത് പട്ടുസാരി. നിദ്ര എന്തോ പറയാൻ ശ്രമിച്ചു. അവിടെ നിന്നിരുന്ന സെയിൽസ് ഗേൾ സംഭരപ്പോടെ രുദ്രനെ നോക്കി. അവനിലൊരു പരിഹാസ ചിരി തെളിഞ്ഞു.
അങ്ങോട്ടൊന്നും ചോദിച്ചിട്ട് കാര്യമില്ല. ഇങ്ങനെയുള്ളതൊന്നും മുമ്പ് കണ്ടിട്ടില്ല. അതിൻ്റെ പ്രശ്നമാണ്. അവൻ്റെ ആ സംസാരത്തിൽ നിദ്രയ്ക്ക് വീണ്ടും അപമാനം തോന്നി. അവൾ മുഖം കുനിച്ച് ഒരു സൈഡിലേക്ക് ഒതുങ്ങി നിന്നു. രുദ്രൻ ഒരു ഗോൾഡൻ കളർ സാരി സെലക്ട് ചെയ്തു. അതിൽ കണ്ണഞ്ചിപ്പിക്കുന്ന സ്വർണ്ണപ്പൂക്കളും മുത്തുകളും മനോഹരമായി തുന്നി ചേർത്തിരുന്നു. ഇത് ഇഷ്ടപ്പെട്ടോ സാർ? സെയിൽസ് ഗേൾസിൽ ഒരുവൾ ചോദിച്ചു. സാരിക്ക് കുഴപ്പമൊന്നുമില്ല, പക്ഷേ ഈ പൂവർ ലുക്സ് വെച്ചിട്ട് ഇതിവൾക്ക് ചേരുമെന്ന് അറിയില്ല. രുദ്രൻ പറഞ്ഞത് കേട്ട ആ പെൺകുട്ടികൾ പരസ്പരം നോക്കി അർത്ഥം വെച്ച് ചിരിച്ചു. നിദ്ര തറഞ്ഞു നിൽക്കുകയായിരുന്നു. അത് നമുക്ക് വെച്ച് നോക്കാം സർ. പുറമേ വെച്ച് നോക്കിയാൽ മതിയോ? ഡ്രസ്സിംഗ് റൂമിൽ പോയി മാറാനൊന്നും ഇനി സമയമില്ല. എനിക്ക് കുറച്ച് തിരക്കുണ്ട്, ഉടനെ തിരിച്ചു പോകണം. അങ്ങനെയാണെങ്കിൽ ആ ദാവണി ഷോള് മാത്രം മാറ്റിയിട്ട് സാരി വെച്ച് നോക്കാം സർ. അപ്പോൾ നന്നായി അറിയാം ചേരുന്നുണ്ടോ എന്ന്. സെയിൽസ് ഗേൾ സാരിയുമായി നിദ്രയുടെ അടുത്തേക്ക് വന്നു. മാഡം, ആ ഷോള് മാറ്റൂ, ഇതൊന്ന് വെച്ച് നോക്കിയാൽ അറിയാലോ. നിദ്ര ഞെട്ടിപ്പോയി. രുദ്രൻ്റെ മുന്നിൽ വെച്ച് ഷോള് മാറ്റുക, തൻ്റെ വയറുൾപ്പെടെ ആ മുന്നിൽ അനാവൃതമാകും. ഈശ്വര, ഇതെന്തൊരു പരീക്ഷണം! അവൾ രുദ്രൻ്റെ കടുത്ത മുഖത്തേക്ക് നിസ്സഹയായി നോക്കി. ദാവണി മാറ്റാൻ മടിച്ചുകൊണ്ട് രുദ്രനെ പാളി നോക്കിക്കൊണ്ട് നിൽക്കുന്ന നിദ്രയെ കാണും തോറും അവൻ്റെ മുഖത്ത് പ്രകടമാകുന്ന അവജ്ഞത നിദ്രയെ കൂടുതൽ തളർത്താൻ പോകുന്നതായിരുന്നു. മാഡം, ഈ ഷോൾ മാറ്റിയാൽ? സെയിൽസ് ഗേൾ ആണെങ്കിൽ അത് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നു. എക്സ്ക്യൂസ് മീ. രുദ്രൻ അവളുടെ അരികിലേക്ക് നടന്നു ചെന്നപ്പോൾ അവർക്ക് പ്രൈവസി കൊടുത്തുകൊണ്ട് സെയിൽസ് ഗേൾസ് എല്ലാം മാറി നിന്നു. എന്തിനാടി നിനക്ക് ഇത്രയും മടി, അതും ഒരു ഷോള് മാറ്റാൻ? നീ ആരുടെ മുന്നിലാണ് ഈ കിടന്ന് പതിവ്രത ചമയുന്നത് എന്ന് നന്നായി ഒന്ന് ഓർത്തേ. 100 കണക്കിന് ആണുങ്ങളുടെ മുന്നിൽ തുണി അഴിച്ചിടുന്ന നിനക്കാണോ ഇവിടെ എൻ്റെ മുന്നിൽ നിന്നൊരു ഷോൾ അഴിക്കാൻ മടി? അവളെ കണക്കിന് പരിഹസിച്ചുകൊണ്ട് രുദ്രൻ പറഞ്ഞത് കേട്ട നിദ്ര അടിമുടി ഉലഞ്ഞുപോയി. ദേഷ്യം കൊണ്ട് നിദ്ര ചുവന്നു തൊടുത്തു. അവൾക്കെല്ലായ്പ്പോഴും വരുന്ന വികാരമൊന്നുമല്ല ദേഷ്യം, പക്ഷേ ഇത് അവരുടെ പരിധിക്കപ്പുറമായിരുന്നു. സർ, കുറേ നാളായി ഞാനിത് കേൾക്കുന്നു. എന്നെ സാറിൻ്റെ കൂടെ ഹോട്ടലിൽ വെച്ച് പിടിക്കപ്പെട്ടു എന്നത് നേര് തന്നെയാണ്. എന്ന് വെച്ച് ഞാൻ ഏതെങ്കിലും പുരുഷന്മാരുടെ മുന്നിൽ നിന്ന് തുണിയുരിയുന്നത് സാറ് കണ്ടിട്ടുണ്ടോ? കാണാത്ത കാര്യം എന്തിനാണ് ഈ പറയുന്നത്? മാത്രമല്ല, അന്ന് ഹോട്ടലിൽ വെച്ച് എന്നെ ആദ്യമായി കണ്ടപ്പോൾ പോലും എൻ്റെ വസ്ത്രത്തിൽ എന്തെങ്കിലും അപാകത സാറിന് തോന്നിയോ? പിന്നെന്തിനാണ് ഈ ഇല്ലാവചനം പറഞ്ഞുണ്ടാക്കുന്നത്? സ്വയം ബോധിപ്പിക്കാനാണോ? നിദ്ര എല്ലാ നിലയും വിട്ട് കിതച്ചുകൊണ്ട് ചോദിച്ചു പോയി. രുദ്രനും അവളുടെ ആ പെരുമാറ്റത്തിൽ ഞെട്ടിപ്പോയിരുന്നു. നിദ്രയുടെ ഭാഗത്തു നിന്ന് ഇത്തരമൊരു അനുഭവം അവൻ ആദ്യമായത് കൊണ്ട് രുദ്രനൊന്ന് പകച്ചെങ്കിലും പിന്നീട് അത് അവൻ അവളുടെ ഒരു അഭിമാനമായി കരുതി. നിർത്തടി പുല്ലേ, നീ കയറിയത് എങ്ങോട്ടാ? നിന്റെ അഭിനയമൊക്കെ എൻ്റെ അമ്മയുടെ അടുത്ത് മതി, എൻ്റെ അടുത്ത് ചിലവാകില്ല. രുദ്രൻ പല്ല് ഞെരിച്ചുകൊണ്ട് പറഞ്ഞു. അവന് നിദ്രയുടെ മുടിയിൽ കൊത്തിപ്പിടിക്കാനുള്ള ദേഷ്യമുണ്ടായിരുന്നു. പക്ഷേ ചുറ്റിനും എല്ലാവരും ഉള്ളതുകൊണ്ട് മാത്രം രുദ്രൻ നിയന്ത്രിച്ചു നിന്നു. മാത്രമല്ല, ഇവിടെ വെച്ചൊരു സീൻ ക്രിയേറ്റ് ചെയ്ത അമ്മയുടെ പ്രതികരണം എന്താകുമെന്ന് അവന് ഊഹിക്കാൻ കഴിയുമായിരുന്നു. അഭിനയമോ? എൻ്റെ ഏത് ഭാവം കണ്ടിട്ടാണ് സാറിന് അഭിനയമാണെന്ന് തോന്നുന്നത്? കരച്ചിലോ? നിസ്സഹായതയോ? അതെന്നെ പോലെ അനാഥയായ ഒരു പെണ്ണിൻ്റെ സ്ഥാനത്ത് ജനിച്ചാൽ മാത്രം നിങ്ങൾക്ക് മനസ്സിലാകുകയുള്ളൂ. ഈ വിവാഹം പോലും എൻ്റെ താല്പര്യത്തോടെയല്ല നടക്കാൻ പോകുന്നത്. മാത്രമല്ല, എനിക്കിതിൽ നിന്നും ഒഴിവാകാനും കഴിയുന്നില്ല. നിങ്ങളെക്കൊണ്ട് പറ്റും, പക്ഷേ നിങ്ങളത് ചെയ്യുന്നില്ല. അങ്ങനെ ചെയ്താൽ എന്നെ ഉപദ്രവിക്കാവുന്നതിൻ്റെ മാക്സിമം നിങ്ങൾക്ക് ഉപദ്രവിക്കാൻ പറ്റില്ലല്ലോ, അല്ലേ? നിദ്രകിതപ്പോടെ ഒന്ന് നിർത്തി. രുദ്രൻ അവളെ തുറിച്ചു നോക്കി നിൽപ്പായിരുന്നു. പിന്നെ അഭിനയമെന്ന് ഞാൻ കുറേയായി കേൾക്കുന്നു. ജീവിതം മുഴുവൻ അഭിനയിച്ച് പണമുണ്ടാക്കി ജീവിക്കുന്ന നിങ്ങൾക്കൊക്കെ അങ്ങനെ തോന്നും. അതിൽ അത്ഭുതമില്ല. കാരണം സാധാരണക്കാരൻ്റെ കഷ്ടപ്പാട് നിങ്ങൾക്കറിയില്ല. നിദ്ര വിറഞ്ഞ് കയറുകയായിരുന്നു. രുദ്രൻ ചുവന്ന കണ്ണുകളോടെ ചുറ്റുമൊന്ന് നോക്കി. ഇനഫ്! അവളുടെ കാതിൽ ശക്തിയായി രുദ്രൻ മന്ത്രിച്ചു. ഇനി ഒരക്ഷരം പറഞ്ഞ നിന്റെ നാവ് ഞാൻ പിഴുതെറിയും. ഞാൻ എന്ത് പറഞ്ഞാലും അനുസരിക്കുന്നൊരു പാവ. അത്രയും നിനക്കെൻ്റെ ജീവിതത്തിൽ സ്ഥാനമുള്ളൂ. സ്ഥലം ഇതായിപ്പോയി. ഇല്ലെങ്കിൽ നിന്നെ ഞാൻ എൻ്റെ കയ്യിലിട്ട് ഞെരിച്ചേനെ. കൈയിൻ്റെ ഉള്ളം കാണിച്ചു കൊടുത്തുകൊണ്ട് രുദ്രൻ പറഞ്ഞു. നിദ്ര ഒരു പുച്ഛത്തോടെ മുഖം തിരിച്ചു പോയി. അത് കാണുക രുദ്രൻ്റെ ദേഷ്യം ഉച്ചസ്ഥായിലായി. അവൻ അവളുടെ ദാവണി ഷോളിൽ കടന്നു പിടിച്ചു. നിദ്ര ഞെട്ടലോടെ അവനെ നോക്കിക്കൊണ്ട് ആ കയ്യിൽ കയറി പിടിച്ചു. പക്ഷെ അവൾക്ക് ചിന്തിക്കാൻ സമയം കിട്ടും മുന്നേ ആ ഷോള് ദേഹത്തുനിന്ന് രുദ്രൻ പറിച്ചു മാറ്റിയിരുന്നു. തോളിൽ കുത്തിയിരുന്ന സൂചി വാപ്പിളർന്ന് അവളുടെ മാംസത്തിൽ കുത്തിക്കയറി വേദനയുണ്ടാക്കി. നിദ്രയുടെ കണ്ണുകളിൽ വെള്ളം പൊടിഞ്ഞു. സാരി കൊണ്ട് വന്നോളൂ, സെറ്റ് ചെയ്ത് നോക്കാം.
രുദ്രൻ ഉറക്കെ സെയിൽസ് ഗേളിനോട് പറഞ്ഞ ശേഷം നിദ്രയ്ക്ക് മുന്നിലായ ഒരു ചെയർ വലിച്ചിട്ട് ഉറപ്പുറപ്പിച്ചു. അവളുടെ കണ്ണുകളിൽ മിഴുനീർ ഉരുണ്ടുകൂടി തിളങ്ങി. അനാവൃതമായ വയറും മാറിടവും അവൻ കാണെ അങ്ങനെ നിൽക്കെ നിദ്ര ലജ്ജ കൊണ്ട് ഉരുകുകയായിരുന്നു. രുദ്രൻ അവളിൽ നിന്നും കണ്ണെടുക്കാതെ അതെല്ലാം കണ്ടിരുന്നു. സെയിൽസ് ഗേൾ വേഗത്തിൽ സാരി കൊണ്ടുവന്ന് അവളെ ഉടുപ്പിച്ചു. കൊള്ളാമോ മേഡം, ഇത് ഫിക്സ് ചെയ്യാമോ? അവൾ ചോദിക്കുന്നതിനെല്ലാം നിദ്ര വെറുതെ തലയാട്ടി. ഈ നാടകം എങ്ങനെയും ഒന്ന് കഴിഞ്ഞാൽ മതി എന്ന് മാത്രമായിരുന്നു അവൾക്ക്. കണ്ണാടിയിൽ സാരി ഉടുത്ത തൻ്റെ രൂപം അവൾ കാണുന്ന പോലും ഇല്ലായിരുന്നു. ഓക്കെ, ഫിക്സ് ഇറ്റ്, രുദ്രൻ എഴുന്നേറ്റുകൊണ്ട് പറഞ്ഞു. സെയിൽസ് ഗേൾ വേഗത്തിൽ അവളിൽ നിന്നും സാരി അടർത്തി മാറ്റിക്കൊണ്ട് അകന്നു മാറി. നിദ്രയുടെ കണ്ണുകൾ കണ്ണുനീർ തിളങ്ങി കാഴ്ച മങ്ങിയിരുന്നു. മാഡം ഇറങ്ങിക്കോളൂ. അവൻ നിദ്രയോട് സാരി ഉടുപ്പിക്കാൻ വേണ്ടി കയറ്റി നിർത്തിയ ഉയരമുള്ള ചതുരത്തിൽ നിന്നും ഇറങ്ങിക്കോളാൻ പറഞ്ഞു. ധാവണി ഷോൾ ഒരു സെയിൽസ് ഗേൾ അവർക്ക് നേരെ കൊടുത്ത് ഉടുത്തുകൊണ്ട് നിദ്ര ഇറങ്ങാൻ തുടങ്ങുകയായിരുന്നു. അപ്പോഴാണ് കാൽ വഴുതിയത്. അയ്യോ, നിദ്ര ഉറക്കെ നിലവിളിച്ചു പോയി. തറയിലേക്ക് വീഴാൻ തുടങ്ങിയ നിദ്രയുടെ അരക്കെട്ടിൽ രുദ്രൻ്റെ കൈകൾ അമർന്നു. നിദ്ര കണ്ണുകൾ തുറക്കുമ്പോൾ തന്നെയും താങ്ങി നിൽക്കുന്ന രുദ്രൻ. അവൾക്ക് അത്ഭുതം തോന്നി. പക്ഷേ ഇനിയും താഴെയിടാൻ അവസരമുണ്ടെന്ന് കൂടി ഓർത്തപ്പോൾ നേരിയ ഭയവും. അവളുടെ മൃദുലമായ അരക്കെട്ടിൽ പതിഞ്ഞ കൈ മുറുകി മുറുകി വരുന്നത് നിദ്രയറിഞ്ഞു. മോനെ, അയ്യോ മോൾക്കിതെന്തു പറ്റി? അപ്പോഴേക്കും ഗായത്രി ദേവി അങ്ങോട്ടേക്ക് ഓടിയെത്തി. നിദ്ര അത് കണ്ട ആശ്വാസത്തോടെ രുദ്രൻ്റെ ഷർട്ടിൽ പിടിച്ചുകൊണ്ട് നേരെ നിന്നു. ഒന്നുമില്ലമ്മേ, അവളൊന്ന് വീഴാൻ തുടങ്ങിയതാ, അപ്പോഴേക്കും ഞാൻ പിടിച്ചു. ഓ ഭാഗ്യം, എന്നാലേ നമുക്കിറങ്ങാം മോളെ. ബാക്കിയുള്ള വസ്ത്രങ്ങളൊക്കെ ഞാൻ തന്നെ നോക്കി സെലക്ട് ചെയ്തോളാം, മോളിനി ബുദ്ധിമുട്ടണ്ട. അമ്മ പറയുന്നത് കേട്ടപ്പോൾ നിദ്രയ്ക്ക് വല്ലാത്ത ആശ്വാസമുണ്ടായി. അവർ തന്നെ അവളെ വീട്ടിൽ കൊണ്ടാക്കി കൊടുത്തു. 2 ദിവസം കഴിഞ്ഞ് വിവാഹം. അതോർക്കെ അവൾക്ക് നെഞ്ചിലൊരു കൊള്ളിയാർ മിന്നി. ഈ വിവാഹം എങ്ങനെ മുടക്കിക്കൊണ്ട് ശരണ്യെ രുദ്രൻ്റെ ഭാര്യയാക്കാമെന്നുള്ള കരുക്കൽ നീക്കിക്കൊണ്ട് സത്യഭാമയും ദേവയാനിയും വീട്ടിൽ ഗൂഢാലോചനയിലായിരുന്നു. പിറ്റേ ദിവസമായിരുന്നു കല്യാണം. നിദ്ര ആകെ ആശങ്കാഭരിതയായി തീർന്നിരുന്നു. ഇതോടെ ഇതുവരെയും അനുഭവിച്ചു പോന്ന വേദനകളുടെ എണ്ണം കൂടുകയാണ്. രാവിലെ തന്നെ ഒന്ന് അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ച ശേഷം വരാമെന്ന് നിദ്രയ്ക്കൊരു തോന്നലുണ്ടായി. വിവാഹാഘോഷങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. വീടുമുറത്ത് വിവാഹ പന്തൽ പൊങ്ങിയിട്ടുണ്ട്. വിവാഹം നടക്കുന്നത് പക്ഷേ ഗ്രാൻഡ് ഹയാത്ത് ഹോട്ടലിലാണ്. അങ്ങോട്ടേക്ക് രാവിലെ പോയാൽ മതിയാകും. അവർക്ക് ഹോട്ടലിലേക്ക് എത്താനുള്ള വണ്ടി വരെ ഇവിടെ കൊണ്ടിട്ടിട്ടുണ്ട് ഗായത്രി ദേവി. ബ്യൂട്ടീഷ്യൻ വന്നൊരുക്കി കഴിഞ്ഞാൽ പിന്നെ വിവാഹം നടക്കുന്ന ഹാളിലേക്ക് ചെല്ലാനാണ് പറഞ്ഞിരിക്കുന്നത്. അമ്പലത്തിൽ പോയിട്ട് വരാനുള്ള അനുവാദം ചോദിക്കാൻ വേണ്ടി നിദ്ര സത്യഭാമയുടെ അരികിൽ ചെന്ന് നിന്നു. അവർ ആരെയെല്ലാമോ കാണിക്കാൻ വേണ്ടി പിടിപ്പത് പണിയുണ്ടെന്ന് നടിച്ചു നിൽക്കുകയാണ്. ചെറിയമ്മേ, ഞാനൊന്ന് അമ്പലത്തിൽ പോയിട്ട് വരാം. നിദ്രയുടെ ചോദ്യം കേട്ട് ദേവയാനിയുടെ നെറ്റിയൊന്ന് ചുളിഞ്ഞു. അവർ അവിടെ നിൽക്കുന്ന നിദ്ര ആദ്യമേ കണ്ടിരുന്നെങ്കിലും അവർക്ക് അവൾ വേണ്ടത്ര ശ്രദ്ധ കൊടുത്തിരുന്നില്ല. കല്യാണ പെണ്ണ് എന്തിനാണിപ്പോൾ പുറത്തു പോകുന്നത്? ഈ നേരത്തിന് അങ്ങോട്ട് ആരെങ്കിലും വരാമെന്ന് പറഞ്ഞിട്ടോ മറ്റോ ഉണ്ടോടി? നിന്റെ അമ്മയെ പോലെ ഒളിച്ചോടാൻ വല്ല പരിപാടി ഉണ്ടെങ്കിൽ ആദ്യമേ പറഞ്ഞേക്കണം. വെറുതെ പോയി നാണം കെടണ്ടല്ലോ. ദേവയാനി അവളെ കണക്കിന് പരിഹസിക്കുന്നുണ്ടായിരുന്നു. നിദ്രയുടെ കണ്ണുകൾ നിറഞ്ഞു. ഇവർക്കിത് എപ്പോഴുള്ള പതിവുള്ളതാണ്. തന്നെ കണ്ട ഏതു നേരവും തൻ്റെ അമ്മയെക്കുറിച്ച് പറഞ്ഞില്ലെങ്കിൽ ഒരു സമാധാനവുമില്ല. പോയി വരട്ടെ അമ്മേ, അമ്പലത്തിലേക്കല്ലേ? ഒന്നുമില്ലെങ്കിലും നാളെ അവളുടെ കല്യാണമല്ലേ? എന്തെങ്കിലുമൊക്കെ പ്രാർത്ഥിക്കാൻ കാണില്ലേ പാപത്തിന്? വെറുതെ അതും ഇത് പറഞ്ഞ് അതിനെ സങ്കടപ്പെടുത്തണ്ട. പോയിട്ട് വാ മോളെ നീ. സത്യഭാമ യാതൊരു ഉടക്കും കൂടാതെ നിദ്രയിൽ പോകാനുള്ള അനുവാദം കൊടുക്കുന്നത് കണ്ട് ദേവിയാനിയും ശരണ്യയും കണ്ണുമിഴിച്ച് നിന്നുപോയി. അതിലേറെ അത്ഭുതപ്പെട്ടത് നിദ്രയായിരുന്നു. ഇവർക്കിതെന്തു പറ്റി? കല്യാണമാകാറായപ്പോഴേക്കും തലയ്ക്ക് വെളിവ് വന്നു. ഇനി താനെങ്ങാനും ഈ വീട്ടിൽ നിന്നും എന്നേക്കുമായി പോകുന്നതിൻ്റെ സങ്കടമാണോ? ഇവർക്കെന്നോട് മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു തരി സ്നേഹം ഒളിഞ്ഞു കിടന്നിരുന്നു. നിദ്ര അത്ഭുതപ്പെട്ടുകൊണ്ട് ശരിയെന്ന് തലയാട്ടി പുറത്തേക്ക് നടന്നു. അമ്മയ്ക്കെന്താ വല്ല വെളിപാട് വന്നു? അവളെ അമ്പലത്തിലേക്ക് പറഞ്ഞു വിട്ടിരിക്കുന്നു. എന്നാൽ ഒരു കാര്യം കൂടി ചെയ്യ്. നല്ലതുപോലെ അനുഗ്രഹിച്ച് നല്ലത് വരട്ടെ എന്ന് കൂടെ പ്രാർത്ഥിച്ച് രുദ്രൻ്റെ കൂടെ ഇറക്കി വിട് ഇവിടെ നിന്നും. ശരണ്യ അമ്മക്ക് നേരെ തർക്കിച്ചു. അവർ മകളെ നോക്കി കണ്ണുകളിൽ നിറഞ്ഞ കുടിലതയോടെ ചിരിച്ചു. എന്നിട്ട് അവർ ഫോണെടുത്ത് ആരെയോ വിളിച്ചു. ഹലോ, അവൾ ഇവിടെ നിന്ന് പുറപ്പെട്ടിട്ടുണ്ട്, പൊക്കിക്കോ. ഉടനടി അവർ ഫോൺ വയ്ക്കുകയും ചെയ്തു. ഒന്നും മനസ്സിലാവാതെ ശരണ്യയും ദേവയാനിയും പരസ്പരം നോക്കി കണ്ണുരുട്ടി. അവർക്ക് സത്യഭാമ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല.
നീ എന്തായി സത്യഭാമയെക്കുറിച്ച് വിചാരിച്ചു വെച്ചിരിക്കുന്നത്? അവൾക്കുള്ള കൊട്ടേഷൻ ഞാൻ കൊടുത്തു കഴിഞ്ഞു. തട്ടിക്കൊണ്ടു പോകാൻ ഏർപ്പാടാക്കിയിട്ട് 2 ദിവസമായി. അതിന് ഈ പെണ്ണൊന്ന് പുറം ലോകം കാണണ്ടേ? ഇന്നാണ് അമ്പലത്തിലേക്ക് അവൾക്ക് പോകാൻ തോന്നിയത്. എൻ്റെ ഭാഗ്യം. എങ്ങനെയെങ്കിലും വീടിന് പുറത്ത് അവളെ ഒന്ന് ഇറങ്ങട്ടെ എന്ന് വിചാരിക്കുമ്പോൾ നിങ്ങളത് മുടക്കാൻ നിൽക്കുന്നു. ക്രോധം നിറഞ്ഞ കണ്ണുകളോടെ ചിരിച്ചുകൊണ്ട് സത്യഭാമ പറഞ്ഞപ്പോൾ ശരണ്യയ്ക്ക് അത്ഭുതമായി. ശരണ്യ അമ്മയെ കെട്ടിപ്പിടിച്ച് സന്തോഷത്തോടെ കവളിൽ ഒരു മുത്തം ചാത്തി. എൻ്റെ പൊന്നമ്മി, ഇത്രയും ഞാൻ വിചാരിച്ചിരുന്നില്ല. എന്തായാലും കലക്കി. ഇനി എന്താണ് അമ്മയുടെ പ്ലാന്? അവളെ അവർ തട്ടിക്കൊണ്ടു പോകുന്നു. വിവാഹം മുടങ്ങുന്നു. ഉദ്ദേശിച്ച സമയത്ത് തന്നെ കല്യാണത്തിന് നമ്മൾ അങ്ങോട്ടേക്കെത്തും. അതുവരേക്കും പെണ്ണിനെ കാണാതായി പോയ വിവരം ആരും അറിയണ്ട. മുഹൂർത്തമാകുമ്പോൾ പെണ്ണില്ലാതെ എല്ലാവരും അന്വേഷിക്കുന്നു. അങ്ങനെ ആ സമയത്ത് നിന്നെ രുദ്രൻ്റെ പെണ്ണായി കയറ്റിവിടുന്നു. ഇതാണ് പ്ലാന്. സത്യഭാമയുടെ പ്ലാൻ കേട്ട് ശരണ്യയുടെ മുഖം ചുളിഞ്ഞു. നിദ്രയെ തട്ടിക്കൊണ്ടു പോകുന്നവരൊക്കെ നന്നായിട്ടുണ്ട്, അസലായിരിക്കുന്നു. പക്ഷേ പെണ്ണില്ലാതെ വന്ന വേറൊരു പെണ്ണിനെ പിടിച്ച് കല്യാണ മണ്ഡപത്തിൽ അവൾക്ക് പകരം ഇരുത്താൻ ഇത് സാധാരണ നാട്ടുപുറത്ത് നടക്കുന്ന കല്യാണമല്ലമ്മേ. വലിയ സിനിമാ നടൻ രുദ്രൻ്റെ കല്യാണമാണ്. ഇതെങ്ങാനും നടക്കുമെന്ന് അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ? ശരണ്യ സംശയം പ്രകടിപ്പിച്ചു. അതൊക്കെ നടക്കും മോളെ, നീ കണ്ടോ? നിശ്ചയിച്ചുറപ്പിച്ച വിവാഹം മുടങ്ങി ആർക്കാണ് അത് ഏറ്റവും വലിയ ദോഷം? വലിയൊരു സിനിമാ നടനായത് അവന് തന്നെയല്ലേ? ലോകം മുഴുവൻ ന്യൂസ് പരക്കുന്നതിനേക്കാൾ നല്ലത് ഒരു പെണ്ണിനെ ആ സമയത്ത് കെട്ടുന്നതാണെന്ന് അവർ കരുതും. നീ നോക്കിക്കോ. നടന്നാൽ മതിയായിരുന്നു. ശരണ്യയ്ക്ക് അമ്മയുടെ ആ പ്ലാനിൽ അത്ര വിശ്വാസമില്ലാത്തതുപോലെ പറഞ്ഞു. പക്ഷേ സത്യഭാമ വളരെയധികം ആത്മവിശ്വാസത്തിലായിരുന്നു. ഗായത്രി ദേവിയെ പോലെ ഒരാൾ കുടുംബത്തിൻ്റെ മാനം രക്ഷിക്കാൻ എന്തും ചെയ്യുമെന്ന് അവർക്കറിയാം. നിദ്ര അമ്പലത്തിൽ തൊഴുത ശേഷം ഇറങ്ങി വരികയായിരുന്നു. വിജനമായ നടപ്പാതയിലൂടെ നടക്കുമ്പോൾ അവളുടെ മനസ്സും ശൂന്യമായിരുന്നു. വെറുതെ എന്തെങ്കിലും ചിന്തിച്ചു കൂട്ടിയിട്ടും കാര്യമില്ല. വിവാഹം എന്തായാലും നടക്കും. അനുഭവിക്കേണ്ടതെല്ലാം താൻ അനുഭവിച്ചു. തീർന്നാൽ തന്നെ ഈ ഭൂമി വിടാനൊക്കൂ. അങ്ങനെയെല്ലാം കരുതിക്കൊണ്ട് നിദ്ര നടക്കുകയായിരുന്നു. അപ്പോഴാണ് ഒരു കറുത്ത സ്കോർപിയോ അവൾക്ക് മുന്നിൽ ബ്രേക്കിട്ട് നിന്നത്. അതിൽ നിന്നും ഒരു 5-6 പേര് വന്ന് അവളെ തൂക്കിയെടുത്ത് കാറിനകത്തേക്കിട്ടു. നിദ്ര എത്ര അലറി കൂവിയിട്ടും അതിനുള്ളിൽ നിന്നും ശബ്ദം പുറത്തേക്ക് കേൾക്കുന്നുണ്ടായിരുന്നില്ല. എന്താണ് നടക്കുന്നതെന്ന് അവൾക്ക് മനസ്സിലായില്ല. തൻ്റെ ജീവിതം ഇതോടെ തീർന്നോ ഭഗവാനെ? എങ്കിലെത്ര നല്ലതായിരുന്നു. നിദ്രയുടെ ബോധം മറയുകയായിരുന്നു. പിറ്റേ ദിവസം രാവിലെ തന്നെ വിവാഹ മണ്ഡപത്തിലേക്ക് യാത്രയാക്കാൻ വേണ്ടി സത്യഭാമയും ശരണ്യയും ദേവയാനിയും കൂടി ഗായത്രി ദേവി അവർക്കായി ഒരുക്കിയ വണ്ടിയിൽ കയറിയിരുന്നു. സത്യഭാമ നേരത്തെ കൂട്ടിക്കൊണ്ട് ശരണ്യ ഏകദേശം ഒരു കല്യാണ പെണ്ണിൻ്റേതെന്ന പോലെ ഒരുക്കിയിരുന്നു. തിളങ്ങുന്ന പളപള മിന്നുന്ന സാരിയും ചമയങ്ങളുമായി ഒരു കല്യാണ പെണ്ണിൻ്റേതെന്ന പോലെ എടുത്തു നിന്നിരുന്ന ശരണ്യയുടെ രൂപം ഡ്രൈവർക്ക് അതുകണ്ട് സംശയം തോന്നാതിരുന്നത് എന്തുകൊണ്ടും കാര്യമായി എന്ന് സത്യഭാമ കരുതി. ആഹാ, നിങ്ങളെത്തിയോ? നിദ്ര എവിടെ? അവരെ കണ്ടപാടെ ഗായത്രി ദേവി അരികിലേക്ക് ഓടി വന്നുകൊണ്ട് ചോദിച്ചു. അത് പിന്നെ ഫൈനൽ ടച്ചപ്പ് ഉണ്ടെന്ന് പറഞ്ഞ് ബ്യൂട്ടീഷ്യൻ അവളെ ഒരുക്കാൻ വേണ്ടി മുറിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. മുഹൂർത്താകുമ്പോൾ അവളിങ്ങ് വന്നോളും. സത്യഭാമ തപ്പിത്തടഞ്ഞു വായിൽ വന്ന ഒരു കള്ളം പറഞ്ഞു. ഗായത്രി ദേവിക്ക് സംശയമൊന്നും തോന്നിയിരുന്നില്ല. വിവാഹത്തിൻ്റെ മുഹൂർത്തം അടുത്തുകൊണ്ടിരുന്നു. വിവാഹ മണ്ഡപം കണ്ണഞ്ചിപ്പിക്കും വിധം അലങ്കൃതമായിരുന്നു. വേദിയുടെ ഇരുവശത്തുമായി താലമേന്തിയ പെൺകിടാങ്ങൾ സെറ്റുടുത്ത് നിൽക്കുന്നത് തന്നെ കണ്ണിന് കുളിർമയേകുന്ന കാഴ്ചയായിരുന്നു. നിദ്ര വരാനിരിക്കുന്ന വഴിയിലെല്ലാം ചുവന്ന റോസാപ്പൂവിൻ്റെ ഇതളുകൾ തൂവിയിരുന്നു. വേദിയിലിട്ടിരിക്കുന്ന കസേരകളിലെല്ലാം തന്നെ ഗോൾഡൻ സാറ്റിൻ തുണികൾ കൊണ്ട് കവർ ചെയ്തിരുന്നു. കല്യാണ മണ്ഡപത്തിൽ സ്വർണ്ണ ലിപികളിൽ നിദ്രയുടെയും രുദ്രൻ്റെയും പേരുകൾ ആലേപനം ചെയ്തു വെച്ചിരിക്കുന്നു. വെള്ളയും മഞ്ഞയും റോസ് പൂക്കൾ കലർന്ന അലങ്കാരങ്ങൾ സ്റ്റേജിൻ്റെ മുന്നിലായി കാണപ്പെട്ടിരുന്നു. സ്റ്റേജിൻ്റെ പിൻഭാഗം മുഴുവൻ വലിയൊരു സ്വർണത്തിൽ പണിത ഗണപതിയും അതിനു ചുറ്റും പൂക്കളുമായിരുന്നു. ഇതെല്ലാം കണ്ട് അന്തം വിട്ടിരിക്കുകയായിരുന്നു ശരണ്യയും സത്യഭാമയുമെല്ലാം. ഒരുപക്ഷെ ഇതെല്ലാം അനുഭവിക്കേണ്ടിയിരുന്നത് നിദ്രയ്ക്ക് പകരം ശരണ്യാണല്ലോ എന്ന് ഓർത്തപ്പോൾ അവർക്ക് സമാധാനം തോന്നി. വിവാഹ മണ്ഡപത്തിലേക്ക് രുദ്രൻ വന്നത് കണ്ട് ശരണ്യയുടെ കണ്ണുകൾ തിളങ്ങി. ഒരു ഗോൾഡൻ ലൈറ്റ് ഷെയ്ഡുള്ള കുർത്തയിൽ അവൻ അതിമനോഹരമായി കാണപ്പെട്ടു. പക്ഷെ മുഖം മാത്രം ആരെയോ കൊല്ലാനുള്ള ദേഷ്യത്തിലായിരുന്നു. വിവാഹ മണ്ഡപത്തിൽ കൊട്ടും കുരവയുമെല്ലാം തുടങ്ങിയിരുന്നു. കർമ്മങ്ങൾ നടത്താൻ വന്ന തിരുമേനി രുദ്രനോട് മണ്ഡപത്തിലിരിക്കാൻ ആവശ്യപ്പെട്ടു. കർമ്മങ്ങൾ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. മുഹൂർത്തമായി, പെണ്ണിനെ വിളിച്ചോളൂ. തിരുമേനി ആവശ്യപ്പെട്ടു. സത്യഭാമ നിദ്രയെ കൊണ്ടുവരൂ. ഗായത്രി ദേവി പറഞ്ഞു. സത്യഭാമ തലയാട്ടിക്കൊണ്ട് നിദ്രയെ കൊണ്ടുവരാനെന്ന വ്യാജേനെ തൊട്ടടുത്തുള്ള മേക്കപ്പ് റൂമിലേക്ക് കടന്നു.
അവർ ഓടിപ്പിടഞ്ഞുകൊണ്ട് കുറച്ച് നിമിഷത്തേക്കകം തന്നെ തിരികെ മണ്ഡപത്തിലേക്ക് വന്നു. അയ്യോ, എൻ്റെ നിദ്രമോളെ കാണാനില്ലേ? നിദ്രമോളെ എവിടെയെങ്ങും കാണാനില്ലേ? സത്യഭാമ നെഞ്ചത്തടിച്ചു നിലവിളിച്ചുകൊണ്ട് എല്ലാവർക്കും കേൾക്കാനെന്നതുപോലെ ഉറക്കെ അലറി കരഞ്ഞു. വേദിയിലിരിക്കുന്നവരുടെ മുറുമുറുപ്പുകൾ ഉയർന്നു കേൾക്കുമായിരുന്നു. ശരണ്യയുടെ മുഖം വല്ലാതെ തെളിഞ്ഞിരുന്നു. തൻ്റെ അമ്മ എന്തു നന്നായിട്ടാണ് അഭിനയിക്കുന്നത് എന്നോർത്ത് അവൾക്ക് അഭിമാനം തോന്നി ആ നിമിഷം.